അപ്പോൾ നമുക്ക് ഫ്രെയിമിൻ്റെ പോർട്ടൽ ഫ്രെയിമിൻ്റെ പ്രോബ്ലം നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഒരു 3 മെമ്പേർഡ് പോർട്ടൽ ഫ്രെയിം. ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിക്കാനുള്ള ഇക്വേഷൻ 3j - m+r ആണ്. അതിൽ ജെ എന്താണെന്ന് നോക്കാം. ജെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജോയിൻ്റ് ആണ്. എത്ര ജോയിൻ്റ് ഉണ്ട്? 1 2 3 4. ജെൻ്റെ വാല്യൂ 4 കിട്ടും. നമ്പർ ഓഫ് മെമ്പേഴ്സാണ് എം 1 2 3 3 മെമ്പർ ഉണ്ട്, 3 കിട്ടും. അതിന് 6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ. നമ്പർ ഓഫ് റിയാക്ഷൻ എന്നാണ് ആറിൻ്റെ മീനിങ്. നമ്പർ ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ എന്നാണ് ആറിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിൻ്റെ കേസിൽ ഇതിൻ്റെ സപ്പോർട്ട് ഇവിടെ ഹിഞ്ച് സപ്പോർട്ടാണ്, ഇതും ഹിഞ്ച് സപ്പോർട്ടാണ്. ഹിഞ്ച് സപ്പോർട്ടിന് എത്ര റിയാക്ഷൻസ് ഉണ്ട്? റിയാക്ഷനാണ്. ഹിഞ്ചിന് എത്ര റിയാക്ഷൻ ഉണ്ട്? ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഹിഞ്ചിൻ്റെ കേസിൽ 2 ആണ് വരിക. അപ്പോൾ ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ട്, അതിൻ്റെ റിയാക്ഷൻ 2 വരും. പിന്നെ ഇവിടെ ഹിഞ്ചാണ്, അതിൻ്റെ റിയാക്ഷൻ 2. അങ്ങനെ 2 + 2 4 ആണ്. ആറിൻ്റെ വാല്യൂ വരുന്നത് 4. ആറ് ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ സ്മോൾ ആർ, എന്ത് വേണ്ടിക്ക് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ വാല്യൂ 4 ആണ് വരുന്നത്. അതിൽ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 × 4 മൈനസ് 3 × 4 - 3 + 4 എന്ന് വരും. 12 - 7 എന്ന് പറയുമ്പോൾ 5 ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, സെക്കൻഡ് വണ്ണിൻ്റെ കേസിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 1 2 3 4 5. m = 5 വരും. ജെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ജോയിൻറ്റ് 1 2 3 4 5 6 ആണ് ജെ വരുന്നത്. ഓക്കെ, ഇനി ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ്. ഫിക്സഡ് സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ എത്രയാണ്? ഇതൊരു ഫിക്സഡ് സപ്പോർട്ടാണ്, അതിന് 3 റിയാക്ഷൻ. ഹിഞ്ചിന് 2 റിയാക്ഷൻ. ദെൻ റോളറിന് 1 റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം. അപ്പോൾ 3 + 2 5 + 1 6 ആണ് റിയാക്ഷൻസ് വരുന്നത്. ഓക്കെ, ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3j - m+r എന്നല്ല, 3j - m+r എന്നല്ല. അപ്പോൾ 3 × 6 - 5 + 6 18 - 11 ഇതിൻ്റെ വാല്യൂ 7 കിട്ടും. ഇതിൻ്റെ കൈനമാറ്റിക് ഇൻട്രസ്റ്റാണ് ഇവിടെ 7 കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു പെർട്ടിക്കുലർ ഫ്രെയിം ആണെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 ആണ്, നമ്പർ ഓഫ് ജോയിൻസ് 1 2 3 ആണ്. റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ 3 വരും, ഇവിടെ എന്ത് വരും? 2 വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ 5 വരും. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 3 × j 3 3 × 3 മൈനസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്ലസ് മെമ്പർ 2 ആർ എന്ന് പറയുന്നത് 5. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഇതിൻ്റെ അകത്ത് R1 R2 എന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ റൊട്ടേഷൻ, നമ്മൾ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ അതെവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ റൊട്ടേഷൻ മാർക്ക് ചെയ്യുക, എന്നിട്ട് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടലിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൈനമാറ്റിക് സ്റ്റിഫ്നെസ് മെത്തേഡിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആണതുകൊണ്ട് ഇവിടെ റൊട്ടേഷൻ, ഹിഞ്ചിൻ റൊട്ടേഷനാണ് ഡിഗ്രി ഓഫ് ഫ്രീഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ 1. പിന്നെ ഇതൊരു ജോയിൻ്റ് ആണ്, അവിടെയും റൊട്ടേഷനാണ് ഡിഗ്രി ഓഫ് ഫ്രീഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെയും 1 R2 എന്ന് കൊടുക്കാം. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കേസിൽ അതുപോലെ തന്നെ എല്ലാ ജോയിൻറ്റിനും റൊട്ടേഷൻസ് കൊടുക്കുക. ഫിക്സഡിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇല്ല, അപ്പോൾ അവിടെ മാർക്ക് ചെയ്യേണ്ട. ബാക്കി ഹിഞ്ചിനുണ്ട്, ഹിഞ്ചിന് റൊട്ടേഷൻ മാർക്ക് ചെയ്യുക, റോളറിന് റൊട്ടേഷൻ മാർക്ക് ചെയ്യുക, ഓരോ ജോയിൻറ്റിന് റൊട്ടേഷൻ മാർക്ക് ചെയ്യുക. അപ്പോൾ റൊട്ടേഷൻ എല്ലാം മാർക്ക് ചെയ്യുമ്പോൾ 1 2 3 4 5 ആവും. പിന്നെ 7 ആണ് ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. അപ്പോൾ ടോട്ടൽ ബാക്കി 2 ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി ഉണ്ട്. അത് റോളറിൻ്റെ കേസിൽ. റോളറിന് പിന്നെ ഫ്രീ ആയിട്ട് ഹൊറിസോണ്ടൽ ഉണ്ട്, അപ്പോൾ അവിടെ മാർക്ക് ചെയ്യുക 1. പിന്നെ ഇവിടെയുള്ള ഹൊറിസോണ്ടൽ ലാറ്ററൽ ഫോഴ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കണം, ജസ്റ്റ് പറഞ്ഞെന്നുള്ള അവിടെ കാണിച്ചതുകൊണ്ട്. ഇനി പോർട്ടൽ ഫ്രെയിം വിത്ത് ഇൻറ്റേർണൽ ഹിഞ്ച്. പോർട്ടൽ ഫ്രെയിമിൻ്റെ കേസിൽ ഒരു ഇൻറ്റേർണൽ ഹിഞ്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുകയാണോ പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ബീമിൻ്റെ കേസിൽ ഇൻറ്റേർണൽ ഹിഞ്ച് വന്നാൽ എന്താ ചെയ്തത്? എത്രയാണോ നമ്പർ ഓഫ് ഇൻറ്റേർണൽ ഹിഞ്ചസ് ആഡ് ചെയ്യും അതിൻ്റെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് പോർട്ടൽ ഫ്രെയിമിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്. പോർട്ടൽ ഫ്രെയിമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 3j - m+r ആണ് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിൻ്റെ വാല്യൂ ഇക്വേഷൻ. അതിൻ്റെ കേസിൽ ഒരു ഹിഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രയാണോ നമ്പർ ഓഫ് ഹിഞ്ചസ് അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. dk = പോർട്ടൽ ഫ്രെയിം വിത്ത് ഇൻറ്റേർണൽ ഹിഞ്ച്. എവിടെയാണ് ഇൻറ്റേർണൽ ഹിഞ്ച് കാണിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രെയിമിൽ. അപ്പോൾ അതിൻ്റെ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് dk = 3j - m+r പ്ലസ് നമ്പർ ഓഫ് ഇൻറ്റേർണൽ ഹിഞ്ച്. അതായത് 3j - m+r പ്ലസ് ഇൻറ്റേർണൽ ഹിഞ്ച്
പ്ലസ് എത്ര ഹിഞ്ച് ഉണ്ടോ അത്രയും ഹിഞ്ചസിൻ്റെ നമ്പർ ആഡ് ചെയ്യും. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രെയിം. അതിൻ്റെ നമ്പർ ഓഫ് ജോയിൻസ് 6, അപ്പോൾ 3 × 6 മൈനസ് എം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 1 2 3 4 5 6 മെമ്പറും 6, അപ്പോൾ മൈനസ് 6 പ്ലസ് ആർ എന്ന് പറയുന്ന നമ്പർ ഓഫ് എക്സ്റ്റേണൽ റിയാക്ഷൻ സപ്പോർട്ട് റിയാക്ഷൻ. ഹിഞ്ചിൻ്റെ റിയാക്ഷൻ 1, റോളറിൻ്റെ റിയാക്ഷൻ 2, അപ്പോൾ 1 2 3 വരും. ഓക്കെ, പ്ലസ് എന്താണ് ഇവിടെ ഒരു ഹിഞ്ച് ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ഹിഞ്ച് ഉണ്ട് അല്ലേ. ഇൻറ്റേർണൽ ഹിഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു ഇൻറ്റേർണൽ ഹിഞ്ചാണുള്ളത്, അപ്പോൾ പ്ലസ് 1 കൂടി കൊടുക്കുക. അങ്ങനെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 10 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ഫ്രെയിം. അതിൻ്റെ കേസിൽ 3J മൈനസ് എം പ്ലസ് ഇൻറ്റേർണൽ ഹിഞ്ച് ഇല്ല, അപ്പോൾ 3J മൈനസ് എം പ്ലസ് ആറാണ് ഇക്വേഷൻ. ജോയിൻറ്റിൻ്റെ എണ്ണം 4, എമ്മിൻ്റെ എണ്ണം 3, റിയാക്ഷൻ ആർ എന്ന് പറയുന്നത് 3 2 5 വരും. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം 4 കിട്ടും. അതുപോലെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് തേർഡ് കേസാണ് ട്രസ് അല്ലെങ്കിൽ പിൻ ജോയിൻറ്റഡ് ഫ്രെയിം. ഒരു ട്രസ് മെമ്പർ അല്ലെങ്കിൽ ഒരു പിൻ ജോയിൻറ്റഡ് ഫ്രെയിം മെമ്പറിൻ്റെ കേസിൽ നമ്മളതിൻ്റെ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ട്രസ് മെമ്പർ അല്ലെങ്കിൽ പിൻ ജോയിൻറ്റഡ് ഫ്രെയിമിൻ്റെ കേസിൽ അതിൻ്റെ ഡി കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡി കെ ഈസ് ഈക്വൽ ടു 2J മൈനസ് ആർ, 2 × J മൈനസ് ആർ. J എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ജോയിൻ്റ് ആണ്, ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ കേസിൽ ശ്രദ്ധിക്കാനുള്ളത് ഒരു ട്രസ് മെമ്പർ ആണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് റിയാക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തെടുക്കണം? ഒരു ട്രസ്സിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ റൊട്ടേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഒരു ട്രസ് മെമ്പറിന് മൊമെൻറ്റ്, അതായത് ട്രസ് മെമ്പറിനകത്തുള്ള ഫോഴ്സ് ഏതാ? ബെൻഡിങ് മൊമെൻ്റ് ആണോ നമ്മൾ ട്രസ്സിനകത്ത് കൺസിഡർ ചെയ്യുന്നതല്ലോ, അതിൻ്റെ ആക്സിയൽ ഫോഴ്സസ് അല്ലേ കൺസിഡർ ചെയ്യുന്നത് ട്രസ് മെമ്പറിൻ്റെ കേസിൽ. അതായത് ഒരു ട്രസ് മെമ്പറിന് മൊമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ ട്രസ് മെമ്പറിൻ്റെ കേസിലെടുക്കുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ബീമിൻ്റെ കേസിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ലേഷൻ നെഗ്ലക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ട്രസ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ റൊട്ടേഷൻ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, റൊട്ടേഷൻ നെഗ്ലക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം റൊട്ടേഷൻ നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഫിക്സഡ് സപ്പോർട്ട്. ഈ ഫിക്സഡ് സപ്പോർട്ടിന് എത്രയാണ് റിയാക്ഷൻസ് ആണെന്നുള്ളത്? ഹൊറിസോണ്ടലും വെർട്ടിക്കലും മൊമെൻറ്റും ആണ് ആക്ച്വലി ഉള്ളത്. പക്ഷേ നമ്മൾ എന്ത് വേണ്ട, ഈ പിന്നെ നമ്മൾ ട്രസ് മെമ്പറിനെ എടുക്കുമ്പോൾ ഈ മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, മൊമെൻറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, മൊമെൻറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക ട്രസ് മെമ്പർ എടുക്കുമ്പോൾ. അപ്പോൾ മൊമെൻറ്റ് നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര റിയാക്ഷൻ വരും? ആറിൻ്റെ വാല്യൂ എന്ത് വരും ട്രസ് മെമ്പറിൻ്റെ കേസിൽ? ആറിൻ്റെ വാല്യൂ സ്മോൾ ആർ ഓ ക്യാപിറ്റൽ ആർ എന്ത് വരിക? ആറിൻ്റെ വാല്യൂ വരുന്നത് അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആറിൻ്റെ വാല്യൂ 2 ആണ് വരിക. ട്രസ്സിൻ്റെ കേസിൽ ഫിക്സഡ് സപ്പോർട്ട് വന്നതിൽ ആറിൻ്റെ വാല്യൂ 2. ഓക്കെ, ഇനി ട്രസ് മെമ്പറിൻ്റെ കേസിൽ ഒരു ഹിഞ്ച് സപ്പോർട്ട് വന്നെന്ന് വെച്ചോ. ഹിഞ്ച് സപ്പോർട്ടിന് എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ട്? അതിന് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ റിയാക്ഷനും ഉള്ളത്. അപ്പോൾ അതിൻ്റെ കേസിലും ആറിൻ്റെ വാല്യൂ 2 വരും. ഓക്കെ, ഇനി റോളറിൻ്റെ കേസിൽ എന്താ വരുന്നത്? റോളറാണെങ്കിൽ റോളറിന് എന്തൊക്കെ റിയാക്ഷനാണ്? വെർട്ടിക്കൽ. അതിൻ്റെ കേസിൽ ആറിൻ്റെ വാല്യൂ 1. ഓക്കെ, അപ്പം ട്രസ് മെമ്പറിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. റൊട്ടേഷൻസ് ആർ നോട്ട് കൺസിഡറിങ്. റൊട്ടേഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തേക്കാം ട്രസ് മെമ്പറിൻ്റെ കേസിൽ. അപ്പോൾ ഫിക്സഡ് സപ്പോർട്ടിന് റിയാക്ഷൻസ് 2 വരും, ഹിഞ്ചിന് ആക്ച്വലി 2 തന്നെ, റോളറിന് 2 തന്നെ. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി നോക്കാം. റൊട്ടേഷൻ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫിക്സഡ് സപ്പോർട്ടാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഡിക്കേൻ്റെ വാല്യൂ 0 ആണ്, ഒരു ഡയറക്ഷനും ഫ്രീ അല്ല. അപ്പോൾ ഡിക്കേൻ്റെ വാല്യൂ 0. ഓക്കെ, അതിനുവേണ്ടി ഹിഞ്ച് ആണെന്ന് വെച്ചോ. ഹിഞ്ച് സപ്പോർട്ടാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അതിന് മൊമെൻറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ല. ഹിഞ്ച് സപ്പോർട്ടിൻ്റെ കേസിൽ ഹിഞ്ച് സപ്പോർട്ടിൻ്റെ കേസിൽ മൊമെൻറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ നമ്മൾ ട്രസ് മെമ്പറിൻ്റെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന് ഹിഞ്ചിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം മൊമെൻ്റ് ആയതുകൊണ്ട് മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ 0 ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ റോളറാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? റോളറിന് ഹൊറിസോണ്ടലും ഉണ്ട്, അതുപോലെ തന്നെ റൊട്ടേഷനും ഉണ്ട്. പക്ഷേ നമ്മൾ റൊട്ടേഷൻ കൺസിഡർ ചെയ്യേണ്ട ട്രസ്സിൻ്റെ കേസ് വരുമ്പോൾ. ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഹൊറിസോണ്ടൽ മാത്രം 1 വരും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫിക്സഡിന് 0, ഹിഞ്ചിന് 0, റോളറിന് 1, R1. ഓക്കെ,
ഇനി ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് കണ്ടുപിടിക്കാൻ കൈനമാറ്റിക് ഇൻഡിപെൻഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് 2j - dk = 2j - m + r. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ട്രസിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. ജെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ജോയിൻസ്, എത്ര ജോയിൻ്റ് ഉണ്ട്? 1 2 3 3 ജോയിൻ്റ്. അപ്പോൾ ജെ = 3 വരും. ആർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ്. ഇവിടെ ഹിഞ്ച് സപ്പോർട്ടാണ്, ഇവിടെ റോളറാണ്. ഹിഞ്ചിന് എത്ര റിയാക്ഷനാണുള്ളത്? ഹിഞ്ചിന് 2 റിയാക്ഷൻ, ഹൊറിസോണ്ടലും വെർട്ടിക്കലും 2. പിന്നെ റോളറിന് 1 ഹൊറിസോണ്ടൽ റിയാക്ഷൻ, റോളറിൻ്റെ കേസിൽ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം. അപ്പോൾ 2 + 1 അതിന് 3 വരും. ഓക്കെ, അപ്പം ജെ 3യും ആർ 3. അപ്പോൾ 2j - r എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 3 - 3 6 - 3 3 വരും അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ട്രസ്സിൻ്റെ കേസിൽ. ഇനി അടുത്തത് ഈ ഒരു പർട്ടിക്കുലർ ട്രസ്, ഇതിൻ്റെ കേസിൽ എന്താ വരിക? 2j - r. ആർ എന്ന് വെച്ചാൽ ജെ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ജോയിൻ്റ് എത്രയുണ്ട്? 1 2 3 4. ജെ 4 ആണ് വരുന്നത്. ജെ = 4. ആർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിയാക്ഷൻസ്, ഹിഞ്ച് ഇവിടെ ഹിഞ്ച് ഇവിടെ 2 2 2 2 4 6 വരും നമ്പർ ഓഫ് റിയാക്ഷൻ വരുന്നത്. അപ്പോൾ 2 2 2 ഓക്കെ 6 വരും. അപ്പോൾ 2 × 4 - 6 ചെയ്യുമ്പോൾ 8 - 6 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ കേസിൽ, തേർഡ് വണ്ണിൻ്റെ കേസിൽ ജോയിൻ്റ് ജെ = 4 ആണ്. ജോയിൻറ്റിൻ്റെ വാല്യൂ 4 ആണ്. നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ് ഇനി വേണ്ടത്. ഇവിടെ ഫിക്സഡ് സപ്പോർട്ട്, ഇതും ഫിക്സഡ് സപ്പോർട്ട്, ഇതും ഫിക്സഡ് സപ്പോർട്ട്. ഫിക്സഡ് സപ്പോർട്ടിൻ്റെ കേസിൽ ആക്ച്വലി 3 റിയാക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതൊരു ട്രസ് മെമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മൊമെൻറ്റ് കൺസിഡർ ചെയ്യേണ്ട, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കേസിൽ പിന്നെ 2 റിയാക്ഷൻ വരും. ഇവിടെയും ഫിക്സഡിന് 2 വരും, ഇവിടെയും വരും. അപ്പോൾ 2 + 2 2 + 2 + 2 എന്ന് പറയുമ്പോൾ 6 വരും നമ്പർ ഓഫ് റിയാക്ഷൻസ് ട്രസ് മെമ്പറിൻ്റെ കേസിൽ. അപ്പോൾ r = 6, j = 4 അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 × 4 - 6, അപ്പോൾ 8 - 6 2 വരും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ 2 ഇട്ടിരിക്കുന്നത്. ഇടിക്കേണ്ട കാര്യം. ഇനി അടുത്തത് ഇവിടെ ഉണ്ട് ട്രസ് മെമ്പർ. ട്രസ് മെമ്പറിൻ്റെ കേസിൽ നമ്പർ ഓഫ് ജോയിൻസ് ജെ 1 2 3 4 5 6 6 ആണ് നമ്പർ ഓഫ് ജോയിൻസ് വരുന്നത്. 6 എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിയാക്ഷൻസ് ആണ്. ഇവിടെ ഒരു ഹിഞ്ച് സപ്പോർട്ടിന് 2 റിയാക്ഷനും ഹിഞ്ചിന് 2ഉം റോളറിന് 1, അപ്പോൾ 3. അപ്പോൾ 2 × 6 - 3 12 - 3 9 എന്ന് വരും അതിൻ്റെ കേസിൽ. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 9 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രസ്സിൻ്റെ കേസിൽ കണ്ടുപിടിക്കുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ബീമിൻ്റെ കേസിൽ എന്താണ് നമ്മൾ എടുത്തത്? ബീമിൻ്റെ കേസിൽ അതിൻ്റെ ഓരോ സപ്പോർട്ടിന് എത്രയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളത് അത് ആഡ് ചെയ്താൽ മതി. ഇനി ഫ്രെയിം വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് 3j - - m + r എന്ന് വരും. ഇനി ഫ്രെയിം വിത്ത് ഇൻറ്റേർണൽ ഹിഞ്ച് വരുമ്പോൾ 3j - m + r പ്ലസ് നമ്പർ ഓഫ് ഇൻറ്റേർണൽ ഹിഞ്ച്. ബീമിൻ്റെ കേസിൽ അതുപോലെ തന്നെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം പ്ലസ് നമ്പർ ഓഫ് ഇൻറ്റേർണൽ ഹിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഹിഞ്ച് വരുന്ന ബീമിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും. ഇനി ട്രസ് മെമ്പറിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ട്രസ്സിന് മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ ഒരു ട്രസ് മെമ്പറിന് എത്ര റിയാക്ഷൻ ഉണ്ടാവുക? 2 ആയിരിക്കും. ഹിഞ്ചിന് 2 ആയിരിക്കും, റോളറിന് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ dk = 2j - r ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസിയും കൈനമാറ്റിക് ഇൻഡിപെൻഡൻസിയിലും നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോട്ടിൽ എഴുതുമ്പം സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി, കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞിട്ടൊരു കോളം വരച്ചിട്ട് ബീം വിത്ത് ഇൻറ്റേർണൽ ഹിഞ്ച്, ഫ്രെയിം വിത്ത് ഇൻറ്റേർണൽ ഹിഞ്ച്, ട്രസ് വിത്ത് ഇൻറ്റേർണൽ ഹിഞ്ച്, അങ്ങനെ തന്നെ എഴുതിയിട്ട് ഓരോന്നിൻ്റെ കേസിലും വരുന്ന ഇക്വേഷൻ എന്താണെന്ന് സെപ്പറേറ്റ് എഴുതി വെക്കുക. സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസിയും കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി രണ്ടിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് സെപ്പറേറ്റ് എഴുതി വെക്കുക. എന്നാലേ നിങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും, അല്ലേ? നിങ്ങൾക്ക് മാറിപ്പോകും. ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇത്, എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷനാണിത്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും സെപ്പറേറ്റ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പോർഷനിൽ പഠിക്കാനുള്ളത്.